പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസും ദേശീയ ആരോഗ്യ ദൗത്യവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയിലെ 1850 പോളിയോ ബൂത്തുകൾ വഴിയാണ് കുട്ടികൾക്ക് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ തുള്ളിമരുന്ന് നൽകിയത്. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും 5 വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകി. രമേഷ് പിഷാരടി MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടങ്ങളുടെ ഭാഗമാണ് പലതരം രോഗങ്ങളിൽ നിന്നുള്ള കേരളത്തിന്റെ വിമുക്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. പോളിയോ തുള്ളിമരുന്ന് അതീവ പ്രാധാന്യമുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ തുള്ളിമരുന്ന് നൽകുവാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വരണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഏത് ഇൻഫ്രാസ്ട്രക്ചറൽ സൗകര്യങ്ങളാണെങ്കിലും അമ്യൂണിറ്റീസ് ആണെങ്കിലും ഏത് സൗകര്യങ്ങളും നമുക്ക് ആസ്വദിക്കണമെങ്കിൽ പ്രത്യേകം സജ്ജീകരിച്ച ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി കുട്ടികൾ വരാൻ സാധ്യതയുള്ള പോളിയോ ബൂത്തുകൾ വഴി കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് ലഭ്യമാക്കി. ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് N. സരിത അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാദേവി, പാലക്കാട് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TS മീനാക്ഷി, അഡീഷണൽ ഡയറക്ടർ ഓഫ് പബ്ലിക് ഹെൽത്ത് ഡോക്ടർ KP റീത്ത, ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് ട്രെയിനിംഗ് കോർഡിനേറ്റർ KN അജയ്, സ്കൂൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓഫീസർ PA സന്തോഷ് കുമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TV റോഷ്, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി പാലക്കാട് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ആരോഗ്യ പ്രവർത്തകർ, പാലക്കാട് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.